കത്തോലിക്ക സഭയിൽ ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയ വണക്കത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. ദൈവസ്നേഹത്തിന്റെ മഹാസമുദ്രമായ തിരുഹൃദയത്തോട് കൂടുതൽ അടുക്കുവാനും ആത്മീയ ചൈതന്യം ആർജിക്കുവാനും സഹായിക്കുന്ന 5 ശക്തമായ പ്രാർത്ഥനകൾ സഭാ അധികൃതർ വിശ്വാസികൾക്കായി പങ്കുവച്ചിട്ടുണ്ട്. ഈ വണക്കമാസത്തിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട 5 പ്രാർത്ഥനകൾ ഇവയാണ്. അതിൽ ഒന്നാമത്തേതാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന വിനയത്തിനും ക്ഷമയ്ക്കും ദൈവഹിതത്തിന് അനുസൃതമായി ജീവിക്കുവാനുമുള്ള കൃപയ്ക്കായി യാചിക്കുന്നു. ശാരീരിക ആരോഗ്യത്തിനും അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും ഒപ്പം ഒരു നല്ല മരണത്തിനായുള്ള അനുഗ്രഹവും ഈ പ്രാർത്ഥനയിലൂടെ നാം തേടുന്നു. രണ്ടാമത്തേതാണ് വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന്റെ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന. പാപമോചനത്തിനും മരണനിമിഷം വരെ നന്മയിൽ നിലനിൽക്കാനുമുള്ള വലിയ കൃപയാണ് ഈ വിശുദ്ധ വിശ്വാസികൾക്കായി പകർന്നു നൽകുന്നത്. മൂന്നാമത്തേതാണ് വിശുദ്ധ ജത്രൂദിന്റെ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന. തിരുഹൃദയത്തെ നിത്യജീവന്റെ ഉറവിടമെന്നാണ് വിശുദ്ധ ജത്രൂദ് വിശേഷിപ്പിക്കുന്നത്. ഈശോയുടെ ഹൃദയത്തിലെ ജ്വലിക്കുന്ന സ്നേഹത്താൽ നമ്മുടെ ഹൃദയത്തെയും ശുദ്ധീകരിക്കണമെന്നും നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവഹിതത്തിന് ചേർന്നതാകണമെന്നും ഈ പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാലാമത്തേതാണ് വാഴ്ത്തപ്പെട്ട മിഗുവൽ പ്രോയുടെ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന. ജീവിതം പൂർണ്ണമായും ദൈവത്തിന് ബലിയായി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സമർപ്പണ പ്രാർത്ഥനയാണിത്. നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ തിരുഹൃദയത്തിനുള്ളിൽ സുരക്ഷിതമായി ഒളിപ്പിച്ചു വയ്ക്കുവാനും അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും വേർപിരിയാതിരിക്കുവാനും ഈ പ്രാർത്ഥന സഹായിക്കുന്നു. അഞ്ചാമത്തേതാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള മെമ്മൊറേർ എന്ന പ്രാർത്ഥന. പരിശുദ്ധ അമ്മയോടുള്ള എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥനയുടെ മാതൃകയിലുള്ളതാണിത്. അവിടുത്തെ സഹായം തേടി വന്നവർ ആരും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന ഉറച്ച ബോധ്യമാണ് ഈ പ്രാർത്ഥനയുടെ കാതൽ. ജീവിതത്തിലെ കഠിനമായ പോരാട്ടങ്ങളിൽ ഈശോയുടെ തിരുഹൃദയം നമുക്ക് താങ്ങായിരിക്കാൻ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് ഉചിതമാണ്. ഈ ജൂൺ മാസത്തിൽ ഈ പ്രാർത്ഥനകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് ഈശോയുമായുള്ള ബന്ധം ദൃഢമാക്കാൻ സഹായിക്കുന്നു.